നമസ്കാരം. നാലാഞ്ചിറയിൽ അമ്മ ക്രൂരമായി കൊല്ലപ്പെടുകയും പ്രതിയായ പിതാവ് തമിഴ്നാട്ടിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്ത ദാരുണ സംഭവത്തിന് പിന്നാലെ ആ 4 കുരുന്നുകളുടെ ഭാവി ഇനി എങ്ങോട്ട്? മാതാപിതാക്കളുടെ വേർപാടിൽ പകച്ചു നിൽക്കുന്ന കുട്ടികൾ ഭീതി വിട്ടുമാറാതെ ഇപ്പോഴും കൊലപാതകം നടന്ന അതേ വാടക വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ മാതാവ് ഹസീന ബീവിയെ പിതാവ് സുരേഷ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ അനാഥരായത് 4 നിർധന കുട്ടികളാണ്. +2, 10ാം ക്ലാസ്, 6ാം ക്ലാസ്, 4ാം ക്ലാസ് എന്നീ വിദ്യാലയ ഘട്ടത്തിൽ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് തണലായി ഇനി പ്രായമായ മുത്തശ്ശി മാത്രമാണ് ബാക്കി. 2 ദിവസം മുൻപ് വരെ ചിരിയും കളിയുമായി കഴിഞ്ഞിരുന്ന ഈ വീട്ടിൽ ഇപ്പോൾ ഭീതിയും കണ്ണീരും മാത്രമാണ് അവശേഷിക്കുന്നത്. വീട്ടിലേക്ക് ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഇപ്പോൾ എത്തുന്നില്ല. സുരേഷിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന്റെ ഭാവി ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയിലാണ് ഹസീനയുടെ മാതാവ്. അതേസമയം കേസ് അന്വേഷണത്തിൽ സുരേഷ് സഞ്ചരിച്ച കാറിനെ കുറിച്ച് പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സുരേഷ് ഉപേക്ഷിച്ച കാറിൽ നിന്നും 1 ലിറ്റർ പെട്രോളും മറ്റു ചില വസ്തുക്കളും മണ്ണന്തല പോലീസ് കണ്ടെടുത്തു. എന്നാൽ സംശയകരമായി മറ്റൊന്നും വാഹനത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഈ റിക്കവറി വാഹനം നിലവിൽ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയതിനാൽ സുരേഷിന്റെ മൃതദേഹം ഇത് നാലാഞ്ചിറയിലെത്തിക്കും. കൊലപാതകം നടന്ന ആ വാടക വീട്ടിൽ മുമ്പ് നിലനിന്നിരുന്ന ആ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. അച്ഛനെയും അമ്മയും ഒരുപോലെ നഷ്ടപ്പെട്ട ഈ 4 കുഞ്ഞുങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങി പൊട്ടുകയാണ് ഹസീനയുടെ വൃദ്ധയായ മാതാവ്. +2-നും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന മൂത്ത 2 കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വേർപാടുണ്ടാക്കിയ ആഘാതം താങ്ങാവുന്നതിലും അപ്പുറമാണ്. 6ലും 4ലും പഠിക്കുന്ന ഇളയ കുട്ടികൾ ഇപ്പോഴും സംഭവിച്ചതെന്തെന്ന് പൂർണ്ണമായി തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലും. വാടക കുടിശ്ശികയുള്ള ഈ വീട്ടിലേക്ക് വരും ദിവസങ്ങളിൽ ആര് സഹായത്തിനായി എത്തുമെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. കൊലപാതകം നടത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി വി സുരേഷ് അവിടെ റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കുകയായിരുന്നു. പ്രതി ഉപയോഗിച്ച കാർ പോലീസ് വിശദമായി പരിശോധിച്ചുവെങ്കിലും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ഉപേക്ഷിക്കാനുണ്ടായ കൃത്യമായ കാരണം ഇനി വ്യക്തമാകേണ്ടതുണ്ട്. കാറിൽ കണ്ടെത്തിയ പെട്രോൾ കുപ്പി എന്തിനായി കരുതിയതെന്ന കാര്യത്തിലും മണ്ണന്തല പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പ്രാദേശിക ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ഹസീന ക്രൂരമായി കൊല്ലപ്പെട്ട ആ ഒരു സംഭവവും കുടുംബ പശ്ചാത്തലവും ദാമ്പത്യ തർക്കങ്ങളുമൊക്കെ വെളിപ്പെടുത്തി മൂത്ത മകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മയുടെ സ്വഭാവത്തിൽ അടുത്തിടെയുണ്ടായ മാറ്റങ്ങളും സഹപാഠിയുമായുള്ള സൗഹൃദവുമാണ് സംശയങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മകൾ വെളിപ്പെടുത്തിയത്. മുമ്പ് കുടുംബത്തിൽ വഴക്കുകൾ പതിവായിരുന്നുവെങ്കിലും ഈ വീട്ടിലേക്ക് മാറിയ ശേഷം പ്രശ്നങ്ങൾ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം മുതൽ ഹസീനയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഹരി എന്നു പേരുള്ള പഴയ സഹപാഠിയുമായ ഹസീനയ്ക്ക് അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും തമ്മിൽ ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയും ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇക്കാര്യം മക്കൾക്കും അറിയാം. എന്നാൽ പിതാവ് സുരേഷിന് അമ്മയോടുള്ള അമിതമായ സംശയവും സ്നേഹക്കൂടുതലും കാരണം വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ കുട്ടികൾ ഈ വിവരം പിതാവിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. ചങ്ക് കൂട്ടുകാരെ പോലെ മക്കളോട് സംസാരിച്ചിരുന്ന ഹസീന ഈ അടുത്ത കാലത്തായി മക്കളിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാതെ. ഇതിനിടെയാണ് ഈ ആരെയും അറിയിക്കാതെ തന്നെ ഹസീന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അമ്മ ഒരു മെസ്സേജ് മാത്രം അയച്ച് വീട് വിട്ടിറങ്ങിയതോടെ പിതാവ് സുരേഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായതായി മകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹരിയുടെ അടുത്തേക്കാണ് അമ്മ പോരെന്ന സംശയം മക്കൾക്കുമുണ്ടായി. വിവരമറിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നുപോയ കുട്ടികൾ ഉടൻ തന്നെ ഹസീനയുടെ ഉമ്മയെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിൽ മിസ്സിംഗ് പരാതി നൽകാൻ തയ്യാറെടുക്കുന്നതിടെ മാനസികമായി തകർന്ന സുരേഷ് മദ്യപിച്ച് വീട്ടിലെത്തി. ഹസീനയില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഹസീന തിരികെ വന്നില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും പറഞ്ഞ സുരേഷ് മകളുടെ മുന്നിൽ അലറിക്കരഞ്ഞു. താൻ കോട്ടയത്ത് അന്വേഷിച്ചു പോവുകയാണെന്നും സുഹൃത്തുക്കളോട് ചോദിക്കുമെന്നും പറഞ്ഞ സുരേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് തിരികെ എത്തിയ ഇയാൾ വീടിന് പുറത്തെ കാട്ടിൽ ഒളിച്ചു വെച്ചിരുന്ന എലിവിഷം ബിയറിൽ കലർത്തി കുടിക്കുകയായിരുന്നു. വിഷം കഴിച്ച വിവരം ആദ്യം മക്കളോട് പറഞ്ഞ സുരേഷ് പിന്നീട് മക്കൾ ഭയപ്പെടാതിരിക്കാൻ താൻ പറ്റിച്ചതാണെന്ന് തിരുത്തി പറഞ്ഞു. എന്നാൽ സുരേഷ് ഛർദ്ദിക്കാൻ തുടങ്ങിയതോടെ മക്കൾ പരിഭ്രാന്തരായി. ഉടൻ തന്നെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെത്തി ഹസീനയെ കാണാനില്ല എന്ന പരാതി മക്കൾ കൈമാറി. അമ്മ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുടെ ഫോൺ നമ്പറും ചിത്രങ്ങളും അടക്കമുള്ള വിവരങ്ങളാണ് കുട്ടികൾ പോലീസിന് കൈമാറിയത്. പരാതി നൽകിയ ശേഷം രാത്രി 7 മണിയോടെ പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് മക്കൾക്ക് ഫോൺ കോൾ വന്നു. സുരേഷ് എലിവിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഉണ്ടെന്നും അടിയന്തരമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു ആ നിർദ്ദേശം. വീട്ടിൽ മുതിർന്നവർ ആരുമില്ലാതിരുന്നതുകൊണ്ട് തന്നെ ഭയന്നുപോയ ഈ കുട്ടികൾ പരിചയമുള്ള ഒരു ചേട്ടന്റെ സഹായത്തോടെയായിരുന്നു സുരേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്.
അവിടെ എത്തിച്ച് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വിഷം പുറത്തെടുക്കാനായി മൂക്കിലൂടെ ട്യൂബ് ഇടാൻ ഡോക്ടർമാർ ശ്രമിച്ചുവെങ്കിലും ചികിത്സയോട് സഹകരിക്കാൻ സുരേഷ് തയ്യാറായില്ല. അച്ഛന്റെ അമിതമായ കെയറിംഗും നിയന്ത്രണങ്ങളും കാരണം അമ്മയ്ക്ക് വീട്ടിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ലെന്ന് മക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഹസീനെ തനിച്ചോ വെളിയിലോ എങ്ങും പോകാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ സുരേഷ് കൂടെ ഉണ്ടാകണമായിരുന്നു. വീട്ടിലേക്ക് മറ്റാരെങ്കിലും വരുന്നത് പോലും സുരേഷിന് ഇഷ്ടമല്ല. മറ്റുള്ളവരുമായി സംസാരിച്ചാൽ ഹസീന തങ്ങളെ വിട്ടുപോകുമോ എന്ന ഭയവും അമിതമായ സ്നേഹവുമാണ് സുരേഷിനെ ഈ നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചത്. പുറത്തുള്ളവർക്ക് ഇത് കടുത്ത സംശയരോഗമായിട്ടാണ് തോന്നിയത്. പോലീസിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി ഹസീനെ തിരികെ വീട്ടിലെത്തിച്ചുവെങ്കിലും സുരേഷിന്റെ മനസ്സിലെ സംശയങ്ങൾ മാറിയിരുന്നില്ല. ഈ കടുത്ത നിയന്ത്രണങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെയാണ് ഒടുവിൽ ഹസീനയുടെ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. അമ്മയില്ലാത്ത ജീവിതം ഓർക്കാൻ വയ്യാതെ കരഞ്ഞു തീർക്കുകയും വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത പിതാവ് തന്നെയാണ് പിന്നീട് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന ഞെട്ടലിൽ തന്നെയാണ് ആ 4 മക്കൾ. കൊലപാതകത്തിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന സുരേഷ് കുമാറും റെയിൽവേ ട്രാക്കിലാണ് ജീവനൊടുക്കിയത്.